സർവമായ പടം കണ്ടു. ഒട്ടും ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തില്ല പേഴ്സണലി. ഭയങ്കര ബോറിംഗ് ആയിരുന്നു സിനിമ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. അപ്പോൾ പിന്നെ ആളുടെ യൂഷ്വൽ ക്രൂ തന്നെയാണ് ഇപ്പം ഹൃദയപൂർവ്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ക്രൂ തന്നെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം സിനിമ കണ്ടപ്പോൾ ഇതിപ്പം കുറച്ച് വർഷങ്ങളായിട്ട് അന്തിക്കാട് ഫാമിലിയിൽ നിന്നും വരുന്ന സിനിമകൾക്കുള്ളൊരു ഫ്ലേവർ, ആ ഒരു ഭയങ്കര സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട് ഈ സിനിമകൾക്കൊക്കെ. അതായത് ഇപ്പോൾ റെസിപ്പി മാറി ഇറങ്ങുന്ന ഫീൽ ഗുഡ് പരിപാടി, അതായത് ഫീൽ ഗുഡ് ആക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് എത്രത്തോളം ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ സിനിമയുടെ കേസിലും സംഭവിച്ചത് അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് റീസെൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയപ്പോൾ സത്യനന്ദിക്കാട് സിനിമകൾ, ഇപ്പം വരണേ ആവശ്യമുണ്ട്, അതുപോലെ ആ കാറ്റഗറിയിൽ ആ സമയത്ത് ഇറങ്ങിയ സത്യനന്ദിക്കാട് സിനിമകൾ, അതായത് മക്കളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അഖിൽ സത്യനും അനു സത്യനൊക്കെയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇറങ്ങിയ സത്യനന്ദിക്കാട് സിനിമകളിൽ ഉണ്ടായിരുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് ഇപ്പം കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അപ്പം മക്കൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു സത്യനന്ദിക്കാടിൻ്റെ ആ സിനിമകളിൽ കണ്ടത് എന്നുള്ളതും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സർവ്വമായിലെത്തി നിൽക്കുന്ന അവരുടെ ഒരു ഫിലിമോഗ്രഫിയിൽ ഫീൽ ചെയ്യുന്ന ഒരു, ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു സിമിലാരിറ്റി, ആ ഒരു എക്സ്ട്രാ എന്താ പറയുക, ഒരു നന്മയോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഇമോഷനോ, ഇത് ഭയങ്കര ഏച്ചുകെട്ടലായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക യൂണിവേഴ്സ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ഇപ്പം ഈ റീസെൻ്റ്ലി ഈ സിനിമ കൂടെ കണ്ട മുതൽ. കാരണം എനിക്ക് ഹൃദയപൂർവ്വം കണ്ടു കഴിഞ്ഞ സമയത്തും ഇതേ ഫീൽ തന്നെയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് ഇപ്പം സർവമായ കണ്ടപ്പോഴും അതേ ഫീൽ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതൊരു പ്രത്യേക യൂണിവേഴ്സ്, അവിടെ ഭയങ്കര നന്മയുള്ള, ഭയങ്കര ഇമോഷണലി എന്താ പറയുക, അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ്, അവരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ആ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമകൾ കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ ബോറിംഗ് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇപ്പം ഈ സിനിമയിലേക്ക് വന്നപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ നിവിൻ്റെ കംബാക്കാണ് എന്നുള്ള കേസൊക്കെ വന്നു. അപ്പം പിന്നെ അജു നിവിൻ കോംബോ വരുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ചെറിയ രീതിയിൽ. അപ്പം അത് കാണാൻ പോയി, അത് വളരെ എന്താ പറയുക, ഈ സിനിമയുടെ അകത്ത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു റിലീഫ് പോലെയാണ് ഈ കോമ്പിനേഷൻ സീനുകൾ വന്ന് കയറുന്നത്. പിന്നെ അത് പോരാതെ ഇടയ്ക്ക് ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, അൽത്താഫ് ചെയ്ത ക്യാരക്ടർ, പിന്നെ അത് കഴിഞ്ഞ് ജനാർദ്ദനൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടർ, ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു റിലീഫ് കൊണ്ടുവരുന്നുണ്ട് ഈ സിനിമയിലേക്ക് എന്നുണ്ടെങ്കിൽ പോലും ബാക്കി ഈ സിനിമയുടെ ഹോൾ പരിപാടികൾ സത്യം പറഞ്ഞാൽ ബോറിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഒട്ടും ഇമ്പ്രസീവ് ആയിരുന്നില്ല, ഭയങ്കരമായിട്ട് ബോറടിച്ചു. ഉറക്കം വന്നു എന്ന് തന്നെ പറയാം സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ ഉറക്കം വന്നു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആളില്ലാത്ത തിയേറ്ററിൽ പോയാണ് പടം കണ്ടത് എന്നുള്ളത്. ഒരിക്കലുമല്ല, പടം ഹൗസ്ഫുൾ ആയിരുന്നു തിയേറ്റർ. പക്ഷേ സ്റ്റിൽ ഒബ്വിയസ്ലി ഉണ്ട് ചിരിക്കാനുള്ള മൊമെന്റുകൾ, ആളുകളുടെ ചിരി ബഹളങ്ങൾ ഒക്കെ സിനിമയുടെ അത് സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മൊമെന്റുകളിലൊക്കെ അജു നിവിൻ കോംബോ വരുന്ന സമയത്ത്, അൽത്താഫ് സ്ക്രീനിൽ വരുന്ന സമയത്ത്, അങ്ങനെ ഒരുപാട് മൊമെന്റുകൾ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ ഒരുപാട് പോർഷൻസ് ഈ സിനിമ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഹൃദയപൂർവ്വത്തിൻ്റെയും അതിന് മുമ്പ് ഇറങ്ങിയവരുടെ സിനിമകളിലേക്ക് ഒരു എക്സ്റ്റൻഷൻ, ഇതിൻ്റെയൊക്കെ ഒരു പാരലൽ യൂണിവേഴ്സിൽ, നമ്മുടെ ഒരു പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്. ഇതൊരു ബസ്സാണ്, അതായത് അന്തിക്കാട് ഫാമിലിയിൽ നിന്ന് എടുക്കുന്ന ഒരു ബസ്സായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ബസ് പറഞ്ഞ പോലെ ഗിയർ മാറ്റിയ കേരളം വിട്ടാൽ നേരെ നോർത്തിലോട്ട്, പൂനെ, മഹാരാഷ്ട്ര, മുംബൈ ഏരിയയിലെ വണ്ടി പോയി നിർത്തുള്ളൂ. അതിനിടയിൽ ഒരു കല്യാണം മസ്റ്റാണ്, ഒരു പാട്ട് മസ്റ്റാണ്, കല്യാണത്തിൽ നായികയുടെ ഡാൻസ് മസ്റ്റാണ്. അപ്പം ഇത് തന്നെയാണ് ഹൃദയപൂർവ്വത്തിലുണ്ടായിരുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ സിമിലർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ബോറടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ അഭിപ്രായം. പിന്നെ പെർഫോമൻസുകളുടെ കേസിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഒബ്വിയസ്ലി നമുക്കറിയാം നിവിൻ പോളിയാണ് നായകൻ, അജു വർഗീസ് ഉണ്ട്, പിന്നെ ജനാർദ്ദനൻ ചേട്ടൻ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിരുന്നു, പിന്നെ രഘുനാഥ് പാലേരി വന്നിട്ടുണ്ട്, മധു വാര്യരുണ്ട് സിനിമയിൽ, പിന്നെ നായികയായിട്ട് പ്രീതി മുകുന്ദൻ, റിയ ഷിബു പുതിയ ന്യൂ ഫേസ് ആണ്, പിന്നെ അങ്ങനെ നമുക്ക് പരിചയമുള്ള അൽത്താഫ് സലീം ഉണ്ട്, പരിചയമുള്ള ഒരുപാട് മുഖങ്ങളൊക്കെ സിനിമയുടെ അകത്ത് വന്നു പോയിട്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും ആരും അങ്ങനെ മോശമാക്കിയിട്ട് ഉണ്ടെന്ന് ഞാൻ പറയില്ല. എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസുകൾ എന്നുള്ള ലെവലിലേക്കൊന്നും ഇല്ല. പക്ഷെ ഇപ്പം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒബ്വിയസ്ലി നിവിൻ പോളിയുടെ കേസ്, നമ്മൾ ആളെ ബിഗ് സ്ക്രീനിൽ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമ കണ്ടപ്പോഴാണ് റിയലൈസ് ചെയ്തത്. ആള് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചാമുണ്ട്, നമുക്ക് അറിയാം, നമ്മൾ പുള്ളിയുടെ ആദ്യത്തെ സിനിമകൾ മുതലേ നമ്മൾ കാണുന്നതാണ്, ആള് സ്ക്രീനിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചാമ്. പിന്നെ ഒബ്വിയസ്ലി അജുവുമായിട്ടുള്ള ആ ഒരു കോംബോ നമ്മൾ ഇതും പറഞ്ഞ പോലെ നമ്മൾ ആദ്യം മുതലേ കാണുന്നതാണ്. ആ ഒരു തട്ടത്തിമറയത്ത് സമയത്തും വടക്കൻ സെൽഫിയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു കോംബോ ആണ്. പക്ഷെ ആ കോംബോ ഈ സിനിമയുടെ അകത്ത് അത്രത്തോളം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലാതെ പറയാൻ തോന്നുള്ളൂ. ഉണ്ട്, കുറച്ച് മൊമെന്റ്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് ആവശ്യത്തിന് യൂസ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇല്ലാതെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് പെർഫോമൻസുകളുടെ കേസിൽ ജനാർദ്ദനൻ ചേട്ടൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അജുവിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. അങ്ങനെ രഘുനാഥ് പാലേരി ഒരു നിവിൻ പോളിയുടെ അച്ഛൻ്റെ ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമയിൽ ആസ് എ ഹോൾ ഇങ്ങനത്തെ പെർഫോമൻസുകളുടെ കേസിലേക്കൊന്നും
മോശം പറയാനുള്ള ലെവലിലേക്കൊന്നും ആരും വന്നിട്ടില്ല. പിന്നെ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇംപ്രസിങ് ഫാക്ടർ, ആ ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ സിനിമയിൽ മിസ്സിംഗ് ആയിരുന്നു. പിന്നെ തുടക്കം മുതലേ ഉള്ളൊരു പ്രീച്ചിങ് ഉണ്ട് സിനിമയിൽ. എനിക്കത് ഒട്ടും എന്താ പറയുക, പ്രീച്ചിങ് കേൾക്കാനാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അത് ഹൃദയപൂർവ്വത്തിലുണ്ടായിരുന്നു. ഈ ലൈഫ് ലെസൺസ് സംഗതികൾ തരുന്നു. അപ്പം ഇതിന് സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്, നമ്മൾ അതിനല്ലല്ലോ സിനിമയ്ക്ക് പോകുന്നത്. അതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇപ്പോൾ പ്രീച്ചിങ് കേൾക്കാൻ വേണ്ടി സിനിമയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ പോവാം, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ ആ ഒരു സംഗതിയൊക്കെയാണ് എന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ നിന്ന് ഡിസ്കണക്ട് ആക്കിയതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു പറയാൻ മാത്രമുള്ള മാർവൽ പരിപാടികളൊന്നും ഇല്ല സിനിമയുടെ അകത്ത്. പിന്നെ പറയാൻ തോന്നിയത് ജസ്റ്റിൻ പ്രഭാകരന്റെ മ്യൂസിക്കിന്റെ കേസാണ്. അപ്പം ഇതിലേക്ക് വന്നപ്പോഴും നമ്മൾ ഹൃദയപൂർവ്വത്തിൽ പറഞ്ഞില്ല, ഈ സിനിമകൾക്കൊക്കെ ഉള്ള ഒരു ടെംപ്ലേറ്റ് പരിപാടി ഉണ്ട്, ഒരു ഡിഫോൾട്ട് പരിപാടി ഉണ്ട്. അപ്പം മേ ബി പുള്ളിയും ഇതിലേക്ക് എത്തിയ സമയത്ത് ഓക്കെ ഇത് തന്നെയാണല്ലോ, ഈ പരിപാടി തന്നെയാണ് ഇതിൻ്റെ അകത്തും ചെയ്യാനുള്ളത്. പിന്നെ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് കുറച്ചൊരു ആ ഒരു ഹൊറർ പരിപാടി അവിടെയും ഇവിടെയൊക്കെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സംഗതി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിമിലർ ടു ഹൃദയപൂർവ്വം ആൻഡ് ഈ കഴിഞ്ഞ സിനിമകളൊക്കെ ആയിട്ട് അതിനേക്ക് അതൊക്കെ പോലെ തന്നെയാണ് ഇതിലും ഫീൽ ചെയ്തത്. അങ്ങനെ പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിലായി കഴിഞ്ഞാലും അങ്ങനെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നില്ല ഇതിലേക്ക് എത്തിയപ്പോൾ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ടെക്നിക്കൽ പരിപാടികൾ, ക്യാമറ കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു പാലക്കാടൻ കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട്. നിംബോഡിയുടെ ഫാമിലി വീട് പാലക്കാടായിട്ടാണ് വരുന്നത്. അപ്പം ഒന്ന് രണ്ട് പാട്ടുകളിലും ഒക്കെ ആയിട്ട് ആ ലാൻഡ്സ്കേപ്പ്, ആ ഒരു ടെറൈനൊക്കെ ഒന്ന് കാണിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇല്ലം, അവരുടെ വീട്, അപ്പം ഒരു അമ്പലം, അങ്ങനത്തെ കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുന്ന പോലെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഭയങ്കരമായിട്ട് എടുത്തു പറയാനുള്ള ഒരു പരിപാടിയായിട്ടൊന്നും അതും വന്നിട്ടില്ല എന്നുള്ളതാണ് തോന്നിയത്. അപ്പോൾ അതൊക്കെയാണ് സർവ്വമായ. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ സ്ട്രിക്ട്ലി പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ സിനിമ വർക്കാവാതിരിക്കുക, അത് നിങ്ങളുടെ ഒരു മൂഡ് പോലെ ഇരിക്കും സിനിമ കാണുന്ന സമയത്ത്. അപ്പോൾ എനിക്കെന്തായാലും സിനിമ വർക്കായിട്ടില്ല. നിങ്ങളെന്തായാലും സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സർവ്വമായ ബൈ.